ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ വീട്ടിലുള്ള വളരെ കുറഞ്ഞ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മുടിയെ വേരോടെ തന്നെ കറുപ്പിച്ചെടുക്കാനും അതേപോലെ തന്നെ മുടി വളരുവാനും വേണ്ടിയിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ് തയ്യാറാക്കുന്നത്. അങ്ങനെ നര എന്ന പ്രശ്നത്തിൽ നിന്നും നമുക്ക് ഒഴിവാകാനായിട്ട് സാധിക്കും. ഇത് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ 40-50 വയസ്സ് കഴിഞ്ഞാലും നമ്മുടെ മുടി നരയ്ക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. സ്വാഭാവികമായിട്ടും പ്രായമാകുമ്പോൾ എന്തായാലും എല്ലാവരുടെയും മുടി നരയ്ക്കുന്നതാണ്. എന്നാൽ ഒരു പരിധി വരെ നമ്മുടെ മുടിയെ നരയിലേക്ക് പോകാതെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. എൻ്റെ മുടിയിൽ ഞാൻ ഈ ഒരു ഹെയർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇതാകുമ്പോൾ മുടി നരയ്ക്കില്ല, അതേപോലെ തന്നെ മുടി വളരുകയും ചെയ്യുന്നതാണ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന ഓയിൽ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് തയ്യാറാക്കിയിട്ട് എൻ്റെ മുടിയിൽ യൂസ് ചെയ്യുന്നതും ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാട്ടോ. ഇത് നമുക്ക് നരയുള്ളവർക്കും അതേപോലെ തന്നെ നരയ്ക്കാത്തവർക്കും നര വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഹെയർ ഓയിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ മെയിനായിട്ടും നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. അകാല നര തടയുവാനായിട്ടും മുടി വളരുവാനായിട്ടും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ചെറിയ ഉള്ളി. അപ്പോൾ നമ്മൾ ഇരുമ്പിൻ്റെ ഒരു ചീനച്ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചതിന് ശേഷം 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് ഇപ്പോൾ തയ്യാറാക്കുന്നുള്ളൂ. കാരണം ഞാൻ ഓൾറെഡി ഇതേപോലെ കുറച്ചധികം വെളിച്ചെണ്ണ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു എണ്ണയാണ് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചധികം വെളിച്ചെണ്ണ ഇതേപോലെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഇപ്പോൾ തയ്യാറാക്കുന്നുള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4-5 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. ചൂടായിട്ടുള്ള വെളിച്ചെണ്ണയിലേക്ക് ഗ്രാമ്പു നമ്മൾ ചേർക്കുമ്പോൾ ഗ്രാമ്പു പെട്ടെന്ന് ചൂടായിട്ട് പൊട്ടും. അപ്പോൾ ഗ്രാമ്പു ചേർത്തിട്ട് നിങ്ങൾ കുറച്ച് നീങ്ങി നിൽക്കാട്ടോ. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം തേയിലപ്പൊടി ചേർക്കാം. തേയിലപ്പൊടി നമ്മുടെ മുടിയുടെ സ്വാഭാവികമായിട്ടുള്ള കറുപ്പ് നിറം നിലനിർത്താൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. ഞാനിപ്പോൾ എടുക്കുന്ന ഈ റേഷ്യോയിൽ തന്നെ നിങ്ങൾ ഇൻഗ്രീഡിയൻസ് എടുക്കാട്ടോ. ഇനി ഇതിലേക്ക് 3-4 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. സാധാരണ എല്ലാവരും ഹെയർ ഓയിൽ ഉപയോഗിക്കുന്നത് മുടി വളരുവാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഈ ഒരു ഹെയർ ഓയിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. അതായത് മുടി കറുപ്പിക്കാം, അതേപോലെ തന്നെ മുടി നന്നായിട്ട് വളരുകയും ചെയ്യുന്നതാണ്. വെറും 1 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ചാലുള്ള റിസൾട്ട് കാണാനായിട്ട് സാധിക്കും. എല്ലാ പ്രായക്കാർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് തയ്യാറാക്കേണ്ടത്. ഇല്ലെങ്കിൽ ഇതെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഉള്ളിയുടെ കളറെല്ലാം മാറി വരുമ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പിലയാണ് ചേർക്കേണ്ടത്. അപ്പോൾ കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ എല്ലാം കളറ് മാറ്റിയെടുക്കാം. കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളത് തയ്യാറാക്കിയെടുക്കേണ്ടത്. ഈ ഒരു ഹെയർ ഓയിലിൻ്റെ പാകം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് പാകമായി കഴിയുമ്പോൾ നമ്മൾ ചേർത്ത കറിവേപ്പില ഇതേപോലെ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് 1 ടേബിൾ സ്പൂണോളം നെല്ലിക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒരിക്കലും ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമ്മൾ നെല്ലിക്കാപ്പൊടി ചേർക്കരുത്. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 1 ദിവസമെങ്കിലും ഇത് അടച്ചു വെക്കണം. ഇപ്പോൾ ഈ ഒരു ചട്ടിയിൽ നല്ലതുപോലെ ചൂടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചട്ടിയുടെ ചൂട് ആറിയതിനു ശേഷം ഇത് അടച്ചു വെച്ചിട്ട് പിറ്റേ ദിവസമാണ് നമ്മളിത് മുടിയിൽ അപ്ലൈ ചെയ്യേണ്ടത്. അങ്ങനെ 1 ദിവസത്തിന് ശേഷം നമ്മുടെ ഹെയർ ഓയിൽ നല്ലതുപോലെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെയർ ഓയിലാണിത്. മെയിനായിട്ടും നമ്മൾ സ്കാൽപ്പിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. കാരണം നമ്മുടെ സ്കാൽപ്പിൽ നിന്നാണല്ലോ മുടി വളരുന്നത്. അപ്പോൾ സ്കാൽപ്പിലാണ് നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത്. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ മസാജും കൂടെ ചെയ്ത് കൊടുക്കണം. 5 മിനിറ്റ് നേരമെങ്കിലും നമ്മളിത് മസാജ് ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ മുടിയിൽ ഈ ഒരു ഹെയർ ഓയിൽ പിടിക്കുള്ളൂ. എന്നിട്ട് 1/2 മണിക്കൂറിന് ശേഷം മുടി കഴുകാവുന്നതാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മൈൽഡ് ഷാമ്പു ഉപയോഗിച്ചിട്ട് മുടി കഴുകാവുന്നതാണ്. ഇല്ലെങ്കിൽ താളി ഉപയോഗിച്ചിട്ടും നമുക്ക് കഴുകാം. അങ്ങനെ 1 മാസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി നരയ്ക്കുന്നത് കുറഞ്ഞു വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ മുടിക്ക് നല്ലൊരു തിക്നെസ് ഉണ്ടാകും. ഇത് ഉപയോഗിച്ചിട്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. സോ താങ്ക് യു.